നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താൽ വളരെ വേഗത്തിൽ വിജയിച്ച ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1950-ലാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. താൽ E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. പെർക്ക് ഡിഫൻസ് ആണ്. വൈറ്റ് അടുത്ത പോണിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരാണ്. D4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണർ അറ്റാക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണക്സിൽ നിന്ന് ശ്രമിക്കുന്നതോ അതുമല്ലെങ്കിൽ G6 മൂവ് ചെയ്തുകൊണ്ട് മോഡേൺ ഡിഫൻസിലേക്ക് മാറുന്നതൊക്കെയാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ആൻഡിൽ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് താൽ ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഗെയിമിൽ വൈറ്റിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ബ്ലാക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിലും H6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റ് G5ലേക്ക് വരുന്നത് തടയാൻ കഴിയും. അല്ലെങ്കിൽ E6 മൂവ് കൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാം. അതുമല്ലെങ്കിൽ C6 മൂവ് കൊണ്ട് ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഇപ്പോഴും ബ്ലാക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ ബ്ലാക്കിന് തോൽവി സമ്മതിക്കേണ്ടി വരികയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ആദ്യം ഒരു സാക്രിഫൈസ് ആണ്. ബിഷപ്പ് വെച്ച് F7ലെ പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കുമാണ്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ വേറെ കൊണ്ടെങ്കിലും മൂവ് ചെയ്യുന്നില്ല. സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് നൈറ്റ് G5ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അതായത് ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ F8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E8ലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ F6ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ F8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് E6ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ E8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ക്വീനിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നുമില്ല. അപ്പോഴും നൈറ്റ് E6ലേക്ക് വന്ന് ക്വീനെതിരെ അറ്റാക്ക് വരുമ്പോൾ ക്വീൻ നഷ്ടപ്പെടും. നൈറ്റിന് E6ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ F6 ആണ്. F6ലേക്ക് മൂവ് ചെയ്താൽ നൈറ്റ് വെച്ച് ക്വീൻ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വീനെ F6ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് നൈറ്റ് വെച്ച് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.